ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, ദൈവസന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ രാത്രിയിൽ ചേർത്ത് വയ്ക്കാം. ബെൻഡിറ്റ് പ്രയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ഈ രാത്രിയിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 14-ാം വചനം, നിന്നെ പീഡിപ്പിച്ചവരുടെ പുത്രൻ നിങ്ങളുടെ അടുത്ത് വന്ന് താണുവണങ്ങും, നിന്നെ നിന്ദിച്ചവർ നിങ്ങളുടെ പാദങ്ങളിൽ പ്രണമിക്കും എന്ന വചനം പറയുമ്പോൾ, പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ ജീവിതത്തിൽ കർത്താവിൽ ആശ്രയിച്ച് എല്ലാ ശത്രുക്കളിൽ നിന്നും, എല്ലാ വഞ്ചകരിൽ നിന്നും, എല്ലാ ചതിവിൽ നിന്നും രക്ഷ നേടുവാൻ മക്കളുടെ ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പലപ്പോഴും എത്തുന്നത് വളരെയധികം തട്ടിപ്പുകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ജോലിക്ക് പൈസ കൊടുത്തു, വിസയ്ക്ക് വേണ്ടിയിട്ട് പൈസ കൊടുത്തു, പക്ഷേ അത് ലഭ്യമാകുന്നില്ല. അവസാനം അവർ ഫോൺ എടുക്കുന്നില്ല. ലക്ഷങ്ങൾ കടബാധ്യതയാകുന്ന മക്കളുണ്ട്. പ്രിയ മാതാപിതാക്കളെ, അങ്ങനെയുള്ള ചതിവിൽ നിന്നും വഞ്ചനയിൽ നിന്നും രക്ഷ നേടുവാൻ ഓരോ കാര്യത്തിലും ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ, ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂവിന് പോയി ഏജൻസികളെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ വലിയ സംരക്ഷണം, കർത്താവിൻ്റെ വലിയ കൃപ ലഭിച്ചുകൊണ്ട് നല്ല വിവേകത്തോടു കൂടി അവരെയൊക്കെ സമീപിക്കുവാനും സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ അവരുമായിട്ടുണ്ടാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ചതിവും വഞ്ചനയും നമ്മുടെ മക്കളെ തൊടാതിരിക്കുവാൻ ഈ വചനത്തിൻ്റെ യോഗ്യതയിൽ നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തട്ടിപ്പ് കേസുകളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിൽ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾക്ക് അതൊക്കെ തിരികെ ലഭിക്കുവാനും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, കടബാധ്യതകൾ മക്കൾ നേടുവാനും നഷ്ടങ്ങളിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് ആശ്വാസത്തോടു കൂടി ഭയമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുവാനും നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ 60:14, നിന്നെ പീഡിപ്പിച്ചവരുടെ പുത്രർ നിന്റെ അടുക്കൽ വന്ന് താണുവണങ്ങും, നിന്നെ നിന്ദിച്ചവർ നിന്റെ പാദത്തിൽ പ്രണമിക്കും. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാ പീഡകളെയും, എല്ലാ നഷ്ടങ്ങളെയും, ചതിവിലൂടെയും വഞ്ചനയിലൂടെ വന്നിരിക്കുന്ന എല്ലാ ജോലി തട്ടിപ്പ്, വിസ തട്ടിപ്പ് മൂലം വന്നിരിക്കുന്ന എല്ലാ പാടുപീഡകളെയും സമർപ്പിക്കുന്നു. കർത്താവെ, അതിനിടയായ വ്യക്തികളെയും സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മക്കളെയും അവരെ അനുഗ്രഹിക്കണമേ. എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ അലട്ടുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അവിടുന്ന് ഇടപെടുകയും മക്കളെ ആശീർവദിക്കുകയും ചെയ്യണമേ. കർത്താവെ, പ്രത്യേകമായി ഞങ്ങളുടെ മക്കളുടെ പേരുകൾ സമർപ്പിക്കുന്നു. അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.